ഹായ് ഹലോ വെൽക്കം ടു സൈലം SSC RRB. സോ നമ്മളെല്ലാവരും കാത്തിരുന്ന SSC CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. മേജറായിട്ടുള്ള കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, പ്രധാനപ്പെട്ട ഡേറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. PDF-കളായിട്ട് സൈലം SSC RRBയുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ PDF എടുത്ത് കൃത്യമായിട്ട് നമ്മൾ SSC CGL എക്സാം എഴുതാൻ പോകുന്നവരാണ്. ഗ്രാജുവേഷൻ ആണ് ഇവിടെയുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമിൻ്റെ CGL പോലെയുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു തവണ കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷൻ വായിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് സ്വയം ഒരു അനാലിസിസ് നടത്തുക. സോ എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങളെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ ഇനിയും ഈ ഒരു SSC എക്സാംസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ SSC പോർട്ടലിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സ്റ്റെപ്പ് വൈസ് ആയിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോസൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം 2026-ന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്ന പ്രകാരം നമ്മുടെ ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 21/5/2026 മുതൽ 22/6/2026 വരെയാണ്. അടുത്ത മാസം 22 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. എളുപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഓൾറെഡി ആപ്പായിട്ടും അതുപോലെ തന്നെ നേരിട്ട് വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. SSC ആപ്പ് അവൈലബിൾ ആണ്. മൊബൈലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഡേറ്റ് 22/6 ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് 23/6 ഇനി നമ്മുടെ Tier 1 എക്സാമിന്റെ നമുക്കറിയാം, CGL എക്സാം എന്ന് പറയുന്നത് 2 tier-ആയിട്ട് നടത്തുന്ന എക്സാമാണ്. ഇവിടെ ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പ്യൂർലി എക്സാമിന്റെ ബേസിസിൽ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. Tier 1 എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ക്വാളിഫയിങ് എക്സാം ആണ്. ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത എക്സാമിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം പോലും ഉള്ളൂ. അപ്പോൾ Tier 1 എന്ന് പറയുന്ന എക്സാമിന്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ 2026 ആയിട്ടാണ്. അതായത് ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടെ തന്നെ നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം. അത് സെപ്റ്റംബർ 2026 വരെ നീളുന്ന തരത്തിലായിരിക്കും Tier 1 SSC കണ്ടക്ട് ചെയ്യുന്നത്. ഇനി Tier 2 എക്സാം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഡിസംബർ 2026 എന്നുള്ള ഒരു ഡേറ്റ് ആണ് SSC നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഫ്ലി ഒരു 70 days എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്കറിയാം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് BTech ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓൾറെഡി പഠിച്ച് നമ്മൾ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി പഠിച്ച് സെറ്റാക്കി 2-3 തവണ എക്സാമൊക്കെ എഴുതിയവർ നമ്മുടെ കോമ്പറ്റീഷൻ ഫീൽഡിലുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് തുടങ്ങി ജനുവരിയിലൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങിയവർ ഈ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് 1 വർഷത്തോളമായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ നോളേജ് ഒക്കെ ഗെയിൻ ചെയ്ത് ഒരു ബേസ് സെറ്റായിട്ട് നിൽക്കുന്നവരുണ്ട്. ഒരുപാട് തവണ എക്സാം എഴുതിയിട്ട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കയ്യിലുള്ളവരുണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ എക്സാം എഴുതാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഫ്രഷേഴ്സും അതുതന്നെ ഈ ഡിഗ്രി ഈ തവണ കഴിഞ്ഞിട്ടുള്ളവരും തീർച്ചയായിട്ടും തന്നെ ഇത് അപ്ലൈ ചെയ്ത് ഈ ഒരു എക്സാം എഴുതാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം തന്നെയാണ്. സോ കോമ്പറ്റീഷൻ ഈസ് ഗെറ്റിംഗ് ടഫർ ബൈ എവറി ഡേ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, നന്നായിട്ട് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്താൽ മാത്രമേ ഈ വരുന്ന CGL 2026 എന്ന് പറയുന്ന എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഡേറ്റ് അടുത്ത മാസം 22-ന് മുന്നേ തന്നെ എല്ലാം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രൈമറി സ്റ്റെപ്പ്. അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ പ്രിലിമിനറി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. 22-ാം തീയതി അടുത്ത മാസം 22-ാം തീയതിക്ക് മുമ്പ് ലാസ്റ്റ് ഡേറ്റിലേക്ക് നീട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C ലെവൽ പോസ്റ്റുകളിലേക്കാണ് CGL വിളിച്ചിരിക്കുന്നത്. ഓൾറെഡി ഈ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകൾ എന്തൊക്കെയാണ്, അതിന് കിട്ടുന്ന പേർക്സ് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് സൈലം SSC RRB യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്നുള്ള ഒരു പോസ്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് കാഡർ എന്നുള്ള ആ ഒരു രീതിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്, ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് ബി പോസ്റ്റ് 18 മുതൽ 30 വയസ്സ് വരെയാണ് ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ പേ ലെവൽ 7 വരുന്ന ASO പോസ്റ്റുകൾ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റുകളൊക്കെ തന്നെ ഈ തവണയും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ വാക്കൻസി നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള വാക്കൻസി എന്ന് പറയുന്നത് 12,256 12,256 SSC നിലവിലിട്ടിട്ടുള്ള ടെൻറ്റേറ്റീവ് വാക്കൻസി എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വേക്കൻസികൾ ഇപ്പോഴും ചിലപ്പോൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ടെൻറ്റേറ്റീവ് വാക്കൻസിയാണ്. വാക്കൻസി ഉയരാനുള്ള സാധ്യത കൂടുതലുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ലൊരു വാക്കൻസി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് മുൻനിർത്തിക്കൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ നമ്മൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റിനെ സെറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ആസ് ഓൺ 1/8/2026 ആണ്. 1/8/2026 എന്നുള്ള ആ ഒരു ബെഞ്ച് മാർക്ക് പ്രകാരം 18 മുതൽ 27 വയസ്സ് വരെയുള്ള പോസ്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് പല ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. 20 മുതൽ 30 വരെയുള്ള പോസ്റ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഏതൊക്കെയാണ് 20 മുതൽ 30, 18 മുതൽ 30 എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആ ഒരു കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2026 ആണ്. ഓക്കെ, യെസ്. ദെൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏജ് റിലാക്സേഷൻ നോക്കിക്കഴിഞ്ഞാൽ SC/ST കാറ്റഗറിക്ക് 5 വർഷമാണ്, OBC കാറ്റഗറിക്ക് 3 വർഷമാണ് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്നുള്ള രീതിയിൽ വരാനുള്ളതാണ് OBC NCL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. OBC NCL സർട്ടിഫിക്കറ്റ്. അപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റിന്റെ കാര്യമില്ല. പക്ഷേ എന്ന് വെച്ച് ഇത് എടുക്കാതിരിക്കരുത്. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള 22/6 ആണ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. 22/6 മുന്നിലായിട്ട് നിങ്ങളുടെ കൈവശം ആ ഒരു OBC NCL സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുക എന്നുള്ളതാണ്. ഇനി ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണം. 22/6 മുമ്പ് എടുത്തതായിരിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് എടുത്തു വെക്കുക എന്നുള്ള രീതി മുൻനിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ OBC NCL സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. ഓക്കെ, നോൺ ക്രീമി ലെയർ കാറ്റഗറി. ഓക്കെ, ശരി. ദെൻ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിനെ പറ്റി സ്റ്റേറ്റ് കാഡർ AO പോസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെയും നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു കാര്യം പറയുന്നത് പ്രൊഫിഷ്യൻസി ഇൻ ദ റീജിയണൽ ഓർ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിന്റെ, നിങ്ങൾ കേരളമാണ് വെക്കുന്നതെങ്കിൽ മലയാളമാണ് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് എന്ന് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റ് സെൻട്രൽ. ആ ഒരു റീജിയണൽ ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി കേരളമാണെങ്കിൽ അത് ആ ഒരു കാര്യം വിശദമാക്കാനായിട്ട് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ദെൻ JSO പോസ്റ്റുകളും ഇവിടെ ഉണ്ട്. അവിടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് അറ്റ് ദ ഡിഗ്രി ലെവൽ എന്നുള്ളതും JSO പോസ്റ്റിന്റെ ബേസിക് യോഗ്യതയായിട്ട് പറയുന്നുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക് ഓർ മാത്തമാറ്റിക്സ് ഓർ എക്കണോമിക്സ് എന്നുള്ളതാണ് അവിടെ നമ്മൾ യോഗ്യതയായിട്ട് പറയുന്നത്. JSO പോസ്റ്റുകളും ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്നുള്ള പോസ്റ്റിന്റെയും ബേസിക് യോഗ്യത നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദെയർ ഫൈനൽ ഇയർ ഓഫ് ദെയർ ഗ്രാജുവേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ. നമ്മൾ ഗ്രാജുവേഷന്റെ നിങ്ങളുടെ ഡിഗ്രിയുടെ ഏറ്റവും ഫൈനൽ ഇയർ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഹൗവർ ദേ മസ്റ്റ് പൊസസ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആസ് ഓൺ 1/8/2026. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു എന്നുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ, ബേസിക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ 1/8/2026 മുന്നിലായിട്ട് കയ്യിൽ വേണം. ഓക്കെ, ആ ഒരു സർട്ടിഫിക്കറ്റ് 1/8/2026 മുന്നിലായിട്ട് വേണം. അപ്പോൾ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. ഗിവൺ ദാറ്റ് കണ്ടീഷൻ ഇങ്ങനെയാണ്: 1/8/2026 മുന്നിൽ ആ ഒരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, സോ ഇനി നമ്മുടെ Tier 1 എക്സാം, ഇതാണ് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത്. Tier 1 എക്സാമിന്റെ
പാറ്റേൺ എങ്ങനെയാണ്, സ്കീം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 4 സബ്ജക്റ്റുകളാണ്: ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവെയർനെസ് GK, അതായത് GS, ഹിസ്റ്ററി, പൊളിറ്റി, ഇങ്ങനെ തുടങ്ങിയ സബ്ജക്റ്റുകൾ അടങ്ങിയിട്ടുള്ള കാര്യമാണ് ജനറൽ അവെയർനെസ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് പാർട്ട് 25 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം 50 മാർക്കാണ്. ഇവിടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് വിത്ത് സെക്ഷണൽ ടൈമർ ഓഫ് 15 minutes എന്നാണ്. എല്ലാ സബ്ജക്റ്റുകളും 15 മിനിറ്റ് ഉള്ള സെക്ഷണൽ ടൈമർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ടൈമിൽ തന്നെ പല പ്രമുഖ ആപ്പുകളിലും മോക്ക് ടെസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പേര് അറ്റൻഡ് ചെയ്യുന്ന ആപ്പുകളിൽ തന്നെ ഈ ഒരു ഫീച്ചർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ധാരണ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിലും കാര്യം നമ്മൾ പറയാം. റീസണിങ്ങിലായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. റീസണിങ് കൃത്യം 15 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു സെക്ഷൻ ടൈമർ തീരും. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കട്ട് ഓഫ് എത്രയാണെങ്കിലും നമുക്ക് മാക്സിമം മാർക്കുകൾ ഓരോ സബ്ജക്റ്റുകളിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ജോലി നേടാൻ വേണ്ട, അല്ലെങ്കിൽ Tier 1 ക്വാളിഫൈ ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ റീസണിങ്ങിലെ എല്ലാ ചോദ്യങ്ങളും കാണുക, മാക്സിമം ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് പോകും, ജനറൽ അവെയർനെസ്സിലേക്ക് പോകും. ആ ക്വസ്റ്റ്യൻ 15 മിനിറ്റിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ്, 25 ക്വസ്റ്റ്യൻസ്. ജനറൽ അവെയർനെസ്സിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 15 മിനിറ്റിനുള്ളിൽ ഈ 25 ക്വസ്റ്റ്യൻസ് കാണണം, അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അത് ഒരു ടാസ്ക് തന്നെയാണ്. പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടി വരിക റീസണിങ്ങും മാത്തമാറ്റിക്സിൻ്റെയും കേസിലായിരിക്കും. റീസണിങ്ങിലാണെങ്കിലും മാത്തമാറ്റിക്സിലായാലും നല്ല എക്സ്പേർട്ടായിട്ടിരിക്കുക, അല്ലെങ്കിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 15 മിനിറ്റിനുള്ളിൽ പാനിക് ആവാതെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെക്ഷൻ ടൈമറാണ്. ആ ടൈമറിനുള്ളിൽ ആ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് മുഴുവൻ വായിക്കുക, അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഇംഗ്ലീഷിൻ്റെ കേസിലും സെക്ഷൻ ടൈമർ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ആണെങ്കിലും GK ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വായിക്കാനുള്ള ഒരു ടൈം അവിടെ അവൈലബിൾ ആണ്. വായിച്ച് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ബേസ് സെറ്റാക്കി എടുത്ത ആളാണെങ്കിൽ GKയുടെ കാര്യമാണെങ്കിലും ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിലും വായിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സിൻ്റെയും റീസണിങ്ങിൻ്റെയും കേസിലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ സെക്ഷണൽ ടൈമർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 15 മിനിറ്റ് ഈച്ച് സബ്ജക്റ്റിന് 15 മിനിറ്റ്. ഓക്കെ, സ്ക്രൈബ് എഴുതുന്നവരാണെങ്കിൽ 1 hour 20 minutes എന്നുള്ള ടൈമിലാണ് സ്ക്രൈബ് വെച്ചാണ് എക്സാം എഴുതുന്നതെങ്കിൽ. നമ്മൾ അത് കഴിഞ്ഞ് Tier 2 പാറ്റേൺ നോക്കുകയാണെങ്കിൽ പേപ്പർ 1 എന്ന് പറയുന്നത് ടോട്ടൽ സെഷൻ 1 എന്ന് പറയുന്നത് 2 hour 15 minutes ആണ്. ഇവിടെ സെക്ഷൻ 1 ഉണ്ട്. സെക്ഷൻ 1 അതിൽ A എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്, B എന്ന് പറയുന്നത് റീസണിങ് ആണ്. 30 വീതമാണ് ചോദ്യങ്ങളുള്ളത്. മാത്തമാറ്റിക്സിൽ നിന്ന് 30, റീസണിങ്ങിൽ നിന്ന് 30. ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് എന്നുള്ള രീതിയിൽ 180 ആണ് ടോട്ടൽ മാർക്ക്. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് സെക്ഷണൽ ടൈമർ, ഇവിടെയും സെക്ഷണൽ ടൈമർ ഉണ്ട് ഓഫ് 30 minutes ഫോർ ഈച്ച് സബ്ജക്റ്റ്. അതായത് മാത്തമാറ്റിക്സിൽ 30 ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 30 മിനിറ്റ് ആണുള്ളത്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഒരു മിനിറ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. റീസണിങ് അവിടെയും 30 ചോദ്യങ്ങളാണുള്ളത്. 30 ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് ആകെ 30 മിനിറ്റാണ്. ആ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചോദ്യം ചെയ്യണം, ചോദ്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം, മാക്സിമം ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ സെക്ഷൻ 2ലേക്ക് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവെയർനെസ്സുമാണ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 45 ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്, 45 ചോദ്യങ്ങളുണ്ട്. ജനറൽ അവെയർനെസ് GK 25 ചോദ്യങ്ങളാണ് വരുന്നത്. ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ്, 3 മാർക്ക്, 210 ടോട്ടൽ മാർക്ക്. ഓക്കെ, സോ ഇവിടെയും ടോട്ടൽ 1 hour ആണ് വിത്ത് സെക്ഷണൽ ടൈമർ ഓഫ് 40 minutes. ഇവിടെ 45 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിലെ 45 ക്വസ്റ്റ്യൻ ചെയ്യാൻ 40 മിനിറ്റും. ഓക്കെ, ഫോർ സബ്ജക്റ്റ് A ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ആൻഡ് 20 minutes ഫോർ സബ്ജക്റ്റ് B 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ 20 മിനിറ്റുമാണ്. അപ്പോൾ 45 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ 40 മിനിറ്റാണ് ടൈം ഉള്ളത്. ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഇംഗ്ലീഷിലെ 45 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, ജനറൽ അവെയർനെസ് GK അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ 20 മിനിറ്റ് ടൈം അവൈലബിൾ ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ സെഷൻ 2ലേക്ക് പോയി കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ട്, DEST.
ടൈപ്പിംഗ് ടെസ്റ്റാണ്, സ്വാഭാവികമായിട്ട് വരുന്ന ആ ഒരു ടെസ്റ്റ് ഉണ്ട്. ദെൻ അഡീഷണലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ അതിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പേപ്പർ ഉണ്ട്. ദെൻ AO ആണെങ്കിൽ ജനറൽ സ്റ്റഡീസ് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറും അവിടെ വരുന്നുണ്ട്. അത് നമ്മൾ Tier 1 എന്നുള്ള കാര്യം ക്വാളിഫൈ ചെയ്തതിന് ശേഷം നല്ല കട്ട് ഓഫ് ആണെങ്കിൽ മാത്രം നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പോസ്റ്റുകളിലേക്കുള്ള ഈ പേപ്പറുകളെ പറ്റിയുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെക്ഷണൽ കട്ട് ഓഫ് എന്നുള്ള രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ വരുന്നത്. കാര്യം കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, ഇറ്റ് വിൽ ബി മാൻഡറ്ററി ഫോർ ദ കാൻഡിഡേറ്റ്സ് ടു ക്വാളിഫൈ ഓൾ ദ സെക്ഷൻസ് ഓഫ് പേപ്പർ 1 സെപ്പറേറ്റ്ലി. പേപ്പർ 1 നമ്മുടെ മെയിൻസ് എക്സാം Tier 2 എക്സാം നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ 1 എന്ന് പറയുന്നത് എന്താ? പേപ്പർ 1 എന്ന് പറയുന്നത് ഇതാ. പേപ്പർ 1 എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, റീസണിങ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ്. അതുപോലെ തന്നെ സെക്ഷൻ 2 ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും. ഇതിലെല്ലാം തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. ക്വാളിഫൈ ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. അവിടെ തന്നെ പറയുന്ന ഒരു കാര്യം, മോഡ് ഓഫ് സെലക്ഷനിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ മോഡ് ഓഫ് സെലക്ഷനിൽ പറയുന്നുണ്ട്, ദ ഹയസ്റ്റ് ജനറൽ കാറ്റഗറിയിൽ മിനിമം 30% ലഭിക്കണം. ഈ ഒരു ഓരോ സെക്ഷനിലായിട്ട് 30%. മിനിമം ക്വാളിഫൈങ് മാർക്സ് ഇൻ Tier 1. Tier 1 മിനിമം ക്വാളിഫൈങ് മാർക്സ് എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ 30% എന്നുള്ള രീതിയിലാണ്. സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3 ഓഫ് പേപ്പർ 1 ഓഫ് Tier 2 ആൻഡ് പേപ്പർ 2, പേപ്പർ 3 ഓഫ് Tier 2 എക്സാമിനേഷൻ ആർ ആസ് ഫോളോസ്. ഒരു സെക്ഷണൽ കട്ട് ഓഫ് എന്നുള്ള രീതിയിലല്ല, മിനിമം 30% എന്നുള്ളത് ഓൾറെഡി SSC പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സെക്ഷണൽ ടൈമർ എന്നുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെക്ഷൻ കട്ട് ഓഫ് എന്നുള്ളതല്ല, അത് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് മിനിമം മാർക്കായിട്ടുള്ള 30% എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു സെക്ഷൻ ടൈമർ, ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ചുരുങ്ങിയ ടൈമിൽ, ആ ടൈം ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ പാനിക് ആവാൻ പാടില്ല. പാനിക് ആവാതെ കൃത്യമായിട്ട് മാക്സിമം റീസണിങ്ങും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. റിയാലിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ, കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ 15 മിനിറ്റിനുള്ളിൽ മനസാന്നിധ്യം വിടാതെ ആ ചോദ്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യുക, പാനിക് ആവാതെ എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് അത്യാവശ്യം പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇനി മാക്സിമം ഈ ടൈം, ഇനി വരാൻ മുന്നിലിരിക്കുന്ന ടൈം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്ത്, ഒരുപാട് വെബ്സൈറ്റുകൾ, ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കൂടാതെ ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനി വരുന്ന ഈ പറഞ്ഞ CGL എക്സാം 2026 എക്സാം, ഈ ഒരു എക്സാം കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും വേണ്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് PYQയുടെ കൃത്യമായിട്ടുള്ള അനാലിസിസും സിലബസ് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സിലബസിനെ പറ്റി ധാരണയുണ്ട്, PYQs എങ്ങനെയാണ് വന്നതെന്നുണ്ട്. ഈ ഒരു സെക്ഷൻ ടൈമറിനുള്ളിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അത് മാക്സിമം ആ ഒരു 15 മിനിറ്റിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ കൃത്യമായിട്ട് സജ്ജരാക്കാനായിട്ട് നമ്മൾ Xylem SSC RRB Tier 1 ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. 1999 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. PYQ ക്രാഷ് ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്, 999 രൂപയാണ്. വെൽഡിറ്റി എക്സാം വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഈ എക്സാമിന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു Tier 1 ക്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8714418777 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മേജർ ചേഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനാണെങ്കിൽ സെക്ഷണൽ ടൈമർ എന്നുള്ള കേസ് തന്നെയാണ്. അവിടെയും നിങ്ങൾ സെക്ഷണൽ കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 30% എന്നുള്ള ക്വാളിഫൈങ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ, മുമ്പുള്ള എക്സാമുകൾക്ക് പറഞ്ഞ പോലെ തന്നെയുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. കുറഞ്ഞ ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക, നമുക്ക് മാക്സിമം കട്ട് ഓഫിലേക്ക് കടക്കുക. ആ ഒരു കട്ട് ഓഫ് എത്ര തന്നെയായാലും അതിനെ ബോദർ ചെയ്യാതെ ഏറ്റവും കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കട്ട് ഓഫിലേക്കൊന്നും ഇപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം, മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് ആൻസേഴ്സ് കിട്ടണം, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിനെ നിങ്ങളെ സഹായിക്കാനായിട്ട് Xylem ഈ ബാച്ചുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക.
സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.